നീ ബലി അർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് അണയുമ്പോൾ അവിടെ വെച്ച് ആരോടെയും ശത്രുത ഉണ്ടെന്ന് ഓർത്താൽ അവിടെ ബലിവസ്തുക്കൾ വെച്ച് നിന്റെ ബലി എനിക്ക് വേണ്ട. ഈശോ പറയുന്ന ശക്തമായ വാക്കുകളാണ്. നീ പോയിട്ട് അവനുമായി രമ്യപ്പെട്ട് വന്നിട്ട് നിന്റെ ബലി. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ അന്തരീക്ഷം സംജാതമാക്കണം, വീണ്ടെടുക്കണം. 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുക എന്നുള്ളത്. സന്തോഷത്തോടുകൂടി എപ്പോഴും ആയിരിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇടവിടാതെ പ്രാർത്ഥിക്കുക, ഗ്യാപ്പില്ലാതെ പ്രാർത്ഥിക്കുക. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പ്രാർത്ഥിക്കുക. ബ്രീത്തിങ് നടത്തുന്നത് പോലെ, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് സന്തോഷമുള്ളവരായിരിക്കുക. നമുക്കറിയാം, നമ്മളെപ്പോഴും മറ്റുള്ളവരോട് പറയുന്ന കാര്യമാണ് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി വെഡ്ഡിങ് ഡേ, ഹാപ്പി ജൂബിലി. ഈ വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഹാപ്പി 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 എന്നുള്ളത്. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആർ വി റിയലി ഹാപ്പി? ആ സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടോ? ശരിക്കും ഉണ്ടോ? ഇനി എൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞ് വിഷ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഞാൻ ഹാപ്പി ആയിരിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ഊന്നിയ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം. ഞാൻ ഈ ഹാപ്പി എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കാറുള്ള വാക്കാണ്. പലപ്പോഴും പലരോടും പറയാറുള്ള വാക്കാണ് ഹാപ്പി എന്നുള്ള വാക്ക്. ഹാപ്പി എന്നുള്ള വാക്കിൽ അതിൻ്റെ അക്ഷരങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ ഓരോ സന്ദേശം ഓരോ അക്ഷരത്തിലൂടെയും പങ്കുവയ്ക്കാറുണ്ട്. ഹാപ്പിയിലെ ആദ്യത്തെ അക്ഷരമാണ് എച്ച്. വി ഹാവ് ടു ബി ഹംബിൾ ടു ബി ഹാപ്പി. എളിമ എന്നൊരു സാധനം ഉണ്ടെങ്കിലാണ് എനിക്ക് ശരിക്കും ഹാപ്പി ആയിരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തലക്കനം ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കില്ല. ഈ കുടുംബങ്ങളിലൊക്കെ ഹാപ്പിനെസ് പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഈഗോ കോംപ്ലക്സ് ആണ്. ഞാൻ എന്ന ഭാവം വരുമ്പോൾ, എളിമ ഇല്ലാതാകുമ്പോൾ സന്തോഷം അതിനാൽ തന്നെ കുടുംബത്തിൽ നിന്നും പടികടക്കും. അപ്പോൾ വി ഹാവ് ടു ബി ഹംബിൾ. ഈശോ കാണിച്ചു തന്നിരിക്കുന്ന മാതൃക അതാണ്, ഹ്യൂമിലിറ്റി. അതുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ പിറന്നു, കാലികൾ മധ്യേ കിടന്നു, കാലുകൾ കഴുകുന്ന, കഴുതപ്പുറത്തിരിക്കുന്ന കർത്താവിൻ്റെ പ്രത്യേകതകൾ നോക്ക്. കാൽവരിയിൽ കള്ളന്മാരോടൊപ്പം മരിക്കുന്ന, തന്നെ തന്നെ ശൂന്യവൽക്കരിക്കുന്നു. അങ്ങനെ എളിമയുടെ ഏറ്റവും താഴ്ത്തട്ടിലേക്ക് വരുന്ന ഈശോയുടെ ശിഷ്യന്മാരായി നമ്മൾ എളിമ പ്രാവർത്തികമാക്കിയാലാണ് ശരിയായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി കന്യകാമറിയത്തിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ല. മാതാവ് എളിമയുടെ മൂർത്തിഭാവമാണ്. അവിടെയും ദൈവാനുഗ്രഹം ലഭിച്ചു. ഇപ്പം നമ്മൾ ടു ബി ഹാപ്പി വി ഹാവ് ടു ബി ഹംബിൾ. പിന്നെ അടുത്ത അക്ഷരമാണ് ഹാപ്പിയിൽ എ. വി ഹാവ് ടു ബി അഫെക്ഷനേറ്റ്. സ്നേഹം ഉണ്ടാകണം നമുക്ക്. അഫെക്ഷൻ, ലവ് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ്. ആ സ്നേഹം ഉണ്ടെങ്കിലാണ്, ആ പരിഗണന ഉണ്ടെങ്കിലാണ് യഥാർത്ഥ ഹാപ്പിനെസ് വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകത്തുള്ളൂ. സോ അഫെക്ഷൻ. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ചെരുപ്പിൽ കയറി നിൽക്കാൻ സാധിക്കണം. അവരെ മനസ്സിലാക്കണമെങ്കിൽ. ഞാൻ എൻ്റെ ചെരുപ്പിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ വിലയിരുത്തിയാൽ ശരിയാവത്തില്ല. ഞാൻ ഓർക്കുന്നു, ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക്, ഒരു കുടുംബ യൂണിറ്റിൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ 1 മണിക്കൂർ സമയം കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എൻ്റെ 1 മണിക്കൂർ സമയം പലവിചാരത്തിൽ പോയി. അതിന് കാരണം ഞാൻ പറയാം. ഞാനും പള്ളിയിൽ വികാരിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്, സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, മറ്റു അതിഥികളൊക്കെ വന്നിട്ടുണ്ട്, ഓരോ വീടുകളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും നിലത്ത് പായിട്ടിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക്. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു കസേര കിടക്കുന്നുണ്ട്. അതിൽ ആ വീട്ടിലെ കുടുംബനാഥ, ആ വീട്ടിലെ സ്ത്രീ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്, കസേരയിൽ ഇരിക്കുന്നത്. വികാരിച്ചനായി ഞാൻ താഴെ ഇരിക്കുന്നു, സിസ്റ്റേഴ്സ് താഴെ ഇരിക്കുന്നു, എല്ലാ ഗസ്റ്റും താഴെ ഇരിക്കുന്നു. ആ വീട്ടിലത്തെ വീട്ടമ്മ മാത്രം, അത്ര പ്രായമുള്ള ആളൊന്നുമല്ല, ചെറുപ്പക്കാരത്തിയാണ്. അവൾ മാത്രം ആ കസേരയിൽ കയറിയിരുന്ന് ആ കുടുംബ പ്രാർത്ഥന സംബന്ധിച്ചു. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥന സമയം മുഴുവൻ ഈ പലവിചാരമായിരുന്നു. ഇവൾ എന്ത് മനുഷ്യത്തി അവൾ. ഞങ്ങളൊക്കെ നിലത്തിരിക്കുമ്പോൾ അവൾ എളിമയുണ്ടെങ്കിൽ താഴെ ഇറങ്ങിയിരിക്കില്ലേ. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഞാൻ അസ്വസ്ഥനായത്.
അവളുടെ 2 പെൺമക്കൾ വന്ന് 2 സൈഡിൽ നിന്നിട്ട് അവരടുത്ത് നിന്നു. അപ്പോൾ ഇവളിങ്ങനെ ആ 2 പെൺമക്കളുടെ തോളിലേക്ക് കൈയിട്ടു. എന്നിട്ട് അവർ ഇവളെ എടുത്തുകൊണ്ട് പോയി മുറിയിൽ കട്ടിലേക്ക് കൊണ്ട് കിടത്തി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവൾക്ക് വാദം ബാധിച്ചിട്ടൊരു സ്ത്രീയാണ്, നിലത്തുനിന്ന് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവർ വിധിക്കുകയാണ്. എൻ്റെ 1 മണിക്കൂർ പ്രാർത്ഥന പരവിചാരത്തിൽ പോയി അന്ന്. ആ സ്ത്രീ, വയ്യാത്ത സ്ത്രീ, അവിടെ നിന്ന് ഇവിടെ വന്ന് ഇരുന്നാൽ തന്നെ, കസേരയിൽ വന്ന് ഇരുന്നാൽ വലിയൊരു കാര്യമാണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ആ 1 മണിക്കൂറിൽ. പലപ്പോഴും നമ്മൾ മറ്റൊക്കെ അറിയത്തില്ല. ഞാൻ മറ്റുള്ളവരുടെ ചെരുപ്പിൽ കയറി നിന്നാലാണ്, അവരുടെ അവസ്ഥയിൽ നിന്നാലേ എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും ശരിക്കും അവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവർ വിധിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വി ഷുഡ് ഹാവ് ലവ് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ മനസ്സിലാക്കണം, സ്നേഹിക്കണം. യഥാർത്ഥ സന്തോഷം വീടുകളിലും സമൂഹത്തിലേക്ക് ഉണ്ടാകണമെങ്കിൽ. സോ അഫെക്ഷൻ, H ഹ്യൂമിലിറ്റി, 2 HA അഫെക്ഷൻ. പിന്നെ 3ാമത്തെ P പ്യുവർ. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ വി ഷുഡ് ബി പ്യുവർ. ഞാൻ അശുദ്ധ ചിന്തകളായിട്ട് നടക്കരുത്, അശുദ്ധ വാക്കുകളിൽ ഏർപ്പെടരുത്, അശുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെടരുത്. കാരണം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയം അശുദ്ധാക്കാൻ പറ്റുമോ? ഞാൻ പറയാം, ഹാപ്പിനെസ്സിൻ്റെ ഹാപ്പി എന്നുള്ള വാക്കിൻ്റെ HAPPY, അതിന് സെൻട്രൽ വാക്ക് P ആണ്. പ്യുവർ. യു ഹാവ് ടു ബി പ്യുവർ ഇൻ യുവർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ് ടു ബി റിയലി ഹാപ്പി. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ചിരിച്ച് നടക്കാൻ പറ്റും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ സന്തോഷം ഉണ്ടാകത്തില്ല. പിന്നെ അടുത്ത P ആണ് പ്രയർഫുൾ. അതാണ് 1 തെസ്സലോനിക്കർ 5:16 പറയുന്നത്. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. അപ്പം സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചാലാണ് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ആ പ്രാർത്ഥനയാകുന്ന ചക്രങ്ങളിൽ കറങ്ങുന്ന വ്യക്തിജീവിതമായിരിക്കണം എൻ്റേത്, നിങ്ങളുടേത്. സോ വി വിൽ ബി റിയലി ഹാപ്പി. ജീസസ് വാസ് പ്രേയിങ് ത്രൂഔട്ട് ഹിസ് ലൈഫ്. പകലൊക്കെ ജോലി ചെയ്ത് രാത്രിയുടെ യാമങ്ങളിൽ വിജനപ്രദേശങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന യേശുവിനെ നമ്മൾ ബൈബിളിൽ കാണുന്നത് ഇല്ലേ? അപ്പോൾ പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. പലരും കുറ്റപ്പെടുത്തും, ഒരു പ്രാർത്ഥനക്കാരൻ വന്നിരിക്കുന്നു, ഒരു പ്രാർത്ഥനക്കാരി വന്നിരിക്കുന്നു. നോക്കേണ്ട കാര്യമില്ല. വചനത്തെക്കാളും വലിയ വചനം ആളുകളിൽ നിന്ന് വരില്ലല്ലോ. ദൈവത്തിൻ്റെ വചനത്തെക്കാളും വലിയ വചനം മനുഷ്യരിൽ നിന്ന് വരത്തില്ലല്ലോ. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ വി ഹാവ് ടു ബി പ്രയർഫുൾ. പ്രാർത്ഥിക്കുന്നവരാകണം സന്തോഷം ഉണ്ടാകണമെങ്കിൽ. പിന്നെ ഏറ്റവും അറ്റത്തെ അക്ഷരമാണ് Y. ഞാനതിന് വളരെ ഊന്നൽ കൊടുത്ത് അടിവരയിട്ട് പറയും. Yield to the will of God. ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുക. ആ മനോഭാവം വേണം പ്രാർത്ഥനയ്ക്ക്. നോക്കിയാൽ ആ P പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് Y. പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കണം, ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുന്ന മനോഭാവം. യഥാർത്ഥ പ്രാർത്ഥന അതാണ്. ഗെത്സമേൻ തോട്ടത്തിൽ കർത്താവ് പാറപ്പുറത്ത് കൈമുട്ട് കുത്തിക്കൊണ്ട് കാണിച്ചിരിക്കുന്ന പ്രാർത്ഥന മോഡൽ അതാ. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഈ പാനപാത്രം മാറിപ്പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിച്ച് നോക്കാം. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റെന്ന് പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നിൻ്റെ തിരിഹിതം മറിച്ചാണെങ്കിൽ എനിക്ക് മറിച്ച് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉള്ളിൻ്റെ ഉള്ളിലില്ല, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം. അതാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം. പ്രാർത്ഥനകൾ നടത്തും, യാചന പ്രാർത്ഥനയിൽ. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം, മനോഭാവം ഇതായിരിക്കണം. നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എനിക്ക് അത് തരണം, ഇത് തരണം പ്രാർത്ഥിച്ചു. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചോളാം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നീ പ്രാർത്ഥിച്ചോ, നിനക്ക് വേണ്ടതൊക്കെ. പക്ഷേ സെക്കൻഡ് ക്ലോസ് വേണം. ഈ P പ്രയറിൻ്റെ Pയോട് ചേർന്ന് നിൽക്കണം Y. എന്നാൽ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഐ ആം റെഡി ടു ടേക്ക് ഇറ്റ് അപ്പ്. അതാണ് പ്രാർത്ഥനയുടെ വ്യത്യാസം. സോ വി ഹാവ് ടു ബി ഹാപ്പി. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം, ഇടവിടാതെ. ഒഴിവുള്ളവ പ്രാർത്ഥിക്കുന്നവരല്ല, ഒഴിവുണ്ടാക്കി പ്രാർത്ഥിക്കുന്നവരാകണം. പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടാകേണ്ട ബേസിക് ക്വാളിറ്റിയാണ് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് ടു ബി ഹംബിൾ. മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. അതിന് അവിടെയും ദൈവത്തിരുമനസ്സിന് കീഴ്വഴങ്ങുന്ന അമ്മയെ നമ്മൾ കാണുന്നത്. അതിന് അമ്മയ്ക്ക് പ്രചോദനം കൊടുത്ത് മാലാഖയുടെ സന്ദേശമാണ്.
ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് തിരിച്ചറിവുണ്ടായി. അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെ സ്നേഹമില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതം ഇല്ല. കർത്താവ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും, ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ അവസരത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം തിരുവചനം കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വായിക്കാം അതിവിടെ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ വെച്ച് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ഞാനിത് 2-ാം വട്ടം വായിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ സഭയിൽ കുർബാനയെ ചൊല്ലിയുള്ള അസ്വസ്ഥതകൾ നടക്കുന്നുണ്ട്. എത്ര സ്കാൻഡലാണ് മറ്റുള്ള മുമ്പിൽ. യേശുവിൻ്റെ ബൈബിളിലെ സന്ദേശം മുഴുവൻ നമ്മൾ തലകീഴാക്കി അവതരിപ്പിക്കുകയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ. ഈശോ പറഞ്ഞിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കുക, ശത്രുതയും വെറുപ്പ് ഒഴിവാക്കുക. സോ ഈ സ്നേഹം, അതാണ് ബേസിക് ക്രിസ്ത്യൻ ക്യാരക്ടർ. അതില്ലെങ്കിൽ വി ആർ നോട്ട് ക്രിസ്ത്യൻസ്. അതൊന്ന് അടിവരയിട്ട് ഞാൻ പറയാണ്, തിരിച്ചും മറിച്ചു. ഇനിയും ഈ വർഷം ഞാൻ ഹാപ്പി ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഹ്യൂമിലിറ്റി, അഫെക്ഷൻ, പിന്നെ പ്യുവർ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു. പ്യുവർ, യു ഹാവ് ടു ബി പ്യുവർ, പ്യൂരിറ്റി ഇൻ അവർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. പിന്നെ പ്രയർ, പിന്നെ ഈൽഡ് ടു ദ വിൽ ഓഫ് ഗോഡ്. 5 കാര്യങ്ങൾ. ഇത് ജൂബിലി വർഷം കൂടിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോപ്പ് എന്നുള്ള തീം നൽകിക്കൊണ്ട് 2025 ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ ഈ 5 കാര്യങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ശക്തമായിട്ട് പരിശ്രമിക്കാം. അതിനും പ്രാർത്ഥന, വീണ്ടും ഞാൻ പറയുന്നത് അത് തന്നെയാണ്, പ്രാർത്ഥനയോടെ തന്നെയാണ് ഇത് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് സ്നേഹത്തിൻ്റെ അന്തരീക്ഷം വീണ്ടെടുക്കണമെങ്കിൽ എളിമയുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഹ്യൂമിലിറ്റി, ഈഗോ വരുമ്പോഴാണ് ഈശോ പോണേ. ഈശോ വരുമ്പോൾ ഈഗോ പൊക്കോളും. ഈശോയെ വരുത്താ. ഹ്യൂമിലിറ്റി, അഫെക്ഷൻ, പ്യൂരിറ്റി, പ്രയർഫുൾനെസ്, yielding to the will of God, mentality, yielding mentality to the will of God. ഈ 5 കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. നമ്മൾ എളിമയുള്ളവരാകണം. അപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, സന്തോഷം സംജാതമാകും. അഫെക്ഷൻ, ശത്രുതയും വെറുപ്പൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ഈഗോയെ ഇറക്കി വിട്ട് ഈശോയെ അകത്ത് കയറ്റി കഴിയുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകും. അശുദ്ധമായ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകും. ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന പോലെ, ബ്രീത്തിങ് നടത്തുന്ന പോലെ ഇടപെടാതെ പ്രാർത്ഥിക്കുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകും. ആ പ്രാർത്ഥനയുടെ ബേസിക് ക്വാളിറ്റിയാണ് yielding to the will of God. ദൈവമേ, നിൻ്റെ തിരുമനസ് എന്താണോ അത് നിറവേറട്ടെ. അപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ ഈ 5 കാര്യങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഹാപ്പിനെസ്, നഷ്ടപ്പെട്ട ഹാപ്പിനെസ് വീണ്ടെടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഞാൻ ഈ ജൂബിലി വർഷത്തിൽ ചെയ്യുന്നൊരു കാര്യം കൂടി പറയാം. എൻ്റെ രൂപതയിൽ ഞാൻ വീട് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ ഒരു 10 വീടുകളിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പോവും. വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഈ 10 വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളും അവിടെ ഒരുമിച്ച് കൂടും. അവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് നേരം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുന്നല്ല ചെയ്യണേ. ഓരോ വ്യക്തികളും ഷെയർ ചെയ്യുന്ന രീതിയാണ് അവരുടെ ചിന്തകൾ. ഞാൻ 2 മിനിറ്റ് നിന്നുകൊണ്ട് നിശബ്ദമായി ദൈവത്തോട് ആലോചന ചോദിക്കുക. എല്ലാവരും ഒരു 50 പേര് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ 50 പേര് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 മിനിറ്റ് നേരം, ദൈവമേ, ഞാൻ എന്ത് നിർദ്ദേശമാണ് ഇവരുമായിട്ട് പങ്കുവെക്കേണ്ടതെന്ന് ആലോചന ചോദിക്കും. എന്തിനെ കുറിച്ചുള്ള നിർദ്ദേശമാണെന്ന് അറിയാവോ? ഈ ജൂബിലി വർഷത്തിൽ ഹോപ്പ് എന്നുള്ള തീമാണ് മാർപ്പാപ്പ, ദിവഗതരായ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. ഹോപ്പിൻ്റെ കൂടെ വരുന്ന 2 കാര്യങ്ങളാണ് ഫെയ്ത്തും ചാരിറ്റിയും. ഈ ഹോപ്പ് ഉണ്ടാകണമെങ്കിൽ ഫെയ്ത്ത് ഉണ്ടാകണം, ചാരിറ്റി ഉണ്ടാകണം. ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയാം. നമുക്കൊക്കെ അറിയാം, ഈ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ അതിൽ തന്നെ അർത്ഥമില്ല. പണ്ട് ആരോ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ തന്നെ
ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് വിത്ത് ഫുൾ ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ് വിച്ച് ഹസ് നോ മീനിങ് ഇൻ ഇറ്റ്സ്. കറക്റ്റാണ്. ഇഫ് നോ ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ദുഃഖം ദുരിതം നിറഞ്ഞ ഈ ജീവിതത്തിന് എന്താ അർത്ഥം? അപ്പം ഫെയ്ത്താണ് ഹോപ്പ് പ്രദാനം ചെയ്യുന്നത്. തന്നെയല്ല, ചാരിറ്റിയാണ് ഹോപ്പ് പ്രദാനം ചെയ്യുന്നത്. അതെങ്ങനെയാ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മത്തായി 25:35 കർത്താവ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വിശന്നു. തിരുവചനം പറയുന്നു, മത്തായി 25:35 പറയുന്നു, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അവസാന വിധിയെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് പറയുന്നത്. എന്തെന്നാൽ, നിനക്ക് സ്വർഗ്ഗരാജ്യം കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് അറിയാവോ? എന്തെന്നാൽ എനിക്ക് വിശന്നു. കർത്താവ് പറഞ്ഞു, എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് പറഞ്ഞു ആദ്യം. എന്നിട്ട് ഈശോ പറയാണ്, ഈ എളിയവരിൽ ഒരുവൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് പറഞ്ഞ് ഈശോ പറയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അതുകൊണ്ട് ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമായിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അതാണ് അവസാന വിധിവാചകം. അപ്പം ചാരിറ്റി ബേസ്ഡ് ആണ് നമുക്ക് മരണാനന്തര സ്വർഗീയ ജീവിതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിലാണ് നമ്മുടെ ഹോപ്പ് മുഴുവൻ. അല്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥം? അപ്പോൾ ഫെയ്ത്തും ചാരിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ ഹോപ്പ് പകരുന്നത്. ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ്: എങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ ഫെയ്ത്ത് വളർത്താം, എങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ ചാരിറ്റി വളർത്താം. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഓരോരുത്തരും അവരോട് നിർദ്ദേശം പറയുന്നു. ഈ ദിവസങ്ങളൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഒരു വീട്ടിൽ പോയിരുന്നു, ഈ പ്രയർ മീറ്റിങ്ങിനും വീട് സന്ദർശനം കഴിഞ്ഞതിന് ശേഷം. വളരെ ഇൻസൈറ്റ് തരുന്ന നിർദ്ദേശങ്ങളാണ് അൽമായിൽ നിന്നും വരുന്നത്, ഞാൻ മനസ്സിലാക്കി. ആദ്യം എല്ലാവരും പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരും ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂർ നിർത്താൻ പറ്റാതെ ഞാൻ വിഷമിച്ചിട്ടുണ്ട് ചില മീറ്റിങ്ങുകൾ. ആൾക്കാർ നിർത്തല്ലേ, കുറച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. കുടുംബ പ്രാർത്ഥന വളരെ ശക്തമായ ചർച്ച വന്ന വിഷയമാണ്. ചെറുപ്പക്കാരും യൂത്തും കുട്ടികളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അമ്മമാർ ചിലർ പറഞ്ഞു, നിർബന്ധമായിട്ടും നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന അത് 1/2 മണിക്കൂർ വേണം, 3/4 മണിക്കൂർ വേണം, പല ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ യൂത്ത് പറഞ്ഞു, നിർബന്ധമായിട്ട് പിടിച്ചിരുത്തരുത്, സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ഞാൻ തമാശിക്കാൻ ഒരു കുട്ടി പറഞ്ഞ് ഓർക്കുന്നു. ഞാൻ പറയാണ്, ഒരു കുട്ടി പറഞ്ഞ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് പോകും, അമ്മ 3/4 മണിക്കൂർ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ തുറന്ന് സംസാരിക്കുന്നല്ല അവർ നിർദ്ദേശങ്ങൾ പറയുന്നു. പക്ഷെ കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം ശക്തമായിട്ട് എല്ലാവരും തന്നെ എടുത്തു പറയുന്നതായിട്ട് എനിക്ക് ഞാൻ കാണുകയുണ്ടായി. അതൊരു പേഴ്സണൽ പ്രയറൊക്കെ യൂത്തൊക്കെ പറയും, കൃത്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതൊക്കെ എനിക്കൊരു ഉൾക്കാഴ്ചയായിരുന്നു. ഇപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനയുടെ ആവശ്യകത ഫെയ്ത്ത് വളർത്താനായിട്ട് ഇന്ന് വളരെ അനിവാര്യമാണെന്ന് ഈ അൽമായരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ വന്നതൊക്കെ വളരെ ഐ ഓപ്പണിംഗ് ആണ്. ഞാനിപ്പോൾ എല്ലാ നിർദ്ദേശങ്ങളും വാട്സപ്പിലൂടെ എടുത്ത് രൂപതാ തലത്തിൽ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ യൂണിറ്റുകളിൽ നിന്ന് ആൾക്കാർ പറയുന്നത്. കാരണം ദൈവസ്വരം ദൈവജനത്തിലൂടെ അത് വളരെ പ്രകടമാണ്. ഇപ്പോൾ ഫെയ്ത്ത് വളർത്തുന്നത് എങ്ങനെയാണ്, അതുമാതിരി ചാരിറ്റി. നമ്മൾ ഈ കുർബാനയൊക്കെ സ്വീകരിച്ച് പുറത്ത് പോകുമ്പോൾ അവശനായൊരു വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് ഈശോയെ ദർശിക്കാൻ എനിക്ക് സാധിക്കണം. ഈ എളിയവരിൽ ഒരുവൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് ഈശോ പറയുന്നത്. ആ തിരുവചനമൊക്കെ മറക്കാണ് നമ്മൾ. ഞാനൊരു കപ്പേലയുടെ മുമ്പിൽ വരുമ്പോൾ നേർച്ചിടാൻ മറക്കില്ല. പക്ഷെ പാവപ്പെട്ടവർ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവന് 10 രൂപ കൊടുക്കാനായിട്ട് എൻ്റെ കൈ പൊന്തുന്നില്ലെങ്കിൽ ഐ എം നോട്ട് എ ക്രിസ്ത്യൻ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ജീസസ് ടോൾഡ് ഇൻ ദ ഗോസ്പൽ. ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ ജാതി മതം നോക്കിയിട്ടല്ല, ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും അവശനായൊരു വ്യക്തിയെ അവനിൽ യേശുവിനെ കണ്ടുകൊണ്ട് സഹായിക്കണമെന്നാണ് ഈശോ പറയുന്നത്. അതാണ് നിനക്ക് നിത്യസൗഭാഗ്യം ലഭിക്കുന്നതിന് അടിസ്ഥാനമായിട്ട് ഞാൻ മാർക്കിടുന്ന വിഷയം എന്ന കർത്താവ് കൃത്യമായിട്ട് പറയുന്നു. മത്തായി 25:35 വായിച്ചു നോക്ക്. അവസാന വിധി എന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫെയ്ത്തും ചാരിറ്റിയും വളർത്തിക്കൊണ്ട് എങ്ങനെ ഈ ജീവിതത്തിൽ ഹോപ്പ് വർദ്ധിപ്പിക്കാം,
ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തരും. യേശുവിൻ്റെ പക്കൽ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കും. ഈ ഹോപ്പ് നമ്മുടെ സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലൊക്കെ വളരാനായിട്ട് മറക്കരുത്. 3 തിരുവചനങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ ഒന്നുകൂടി കൊണ്ടുവരികയാണ്. നമ്മൾ ചർച്ച ചെയ്ത 3 തിരുവചനങ്ങൾ. ഒന്നാമത്തെ തിരുവചനം 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 16-ാം തിരുവചനം. എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. സന്തോഷം വേണമെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കണം, സന്തോഷം വേണമെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കണം. വീണ്ടും ഹാപ്പിനെസ് ഉണ്ടാകണമെങ്കിൽ ഹ്യൂമിലിറ്റി, അഫെക്ഷൻ പറഞ്ഞില്ലേ, രണ്ടാമത് ഹ്യൂമിലിറ്റി, അഫെക്ഷൻ, പ്യൂരിറ്റി, പ്രയർഫുൾനെസ് ആൻഡ് ഈൽഡിങ് ടു ദ വിൽ ഓഫ് ഗോഡ്. അതിൽ അഫെക്ഷൻ, സ്നേഹത്തിന് വിരുദ്ധമായിട്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. അവിടെ മറക്കരുത്, മത്തായി 5-ാം അധ്യായം 23-ാം തിരുവചനം. അത് നേരം വെളുത്ത എല്ലാ ദിവസവും എല്ലാ കുർബാനയ്ക്ക് പോണതിന് മുമ്പ് അത് വായിക്കണമെന്ന് ഞാൻ പറയാം എല്ലാ ക്രിസ്ത്യൻസും. നീ ബലി അർപ്പിക്കാൻ ബലിപീഠത്തെങ്കിലേക്ക് അണയുമ്പോൾ അവിടെ വെച്ച് ആരോടെങ്കിലും ശത്രുതയുണ്ടെന്ന് ഓർത്താൽ അവിടെ ബലിവസ്തുക്കൾക്ക് വെച്ച് നിന്റെ ബലി എനിക്ക് വേണ്ട. ഈശോ പറയുന്ന ശക്തമായ വാക്കുകളാണ്. നീ പോയിട്ട് അവനുമായി രമ്യപ്പെട്ട് എന്നിട്ട് വന്നിരിക്കും നിന്റെ ബലി. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം സംജാതമാക്കണം, വീണ്ടെടുക്കണം. പിശാചിന് ചിരിയൊക്കെ നിർത്തണം, ഈശോയെ ചിരിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. ഇനി 3-ാമത്തെ തിരുവചനം ഞാൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഹോപ്പ് പ്രദാനം ചെയ്യുന്ന അടുത്ത മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. അവിടെ മത്തായി 25:35 എന്താണ് അവസാന വിധിവാചകമെന്ന് ഈശോ വ്യക്തമാക്കി തരുന്നുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായി നിങ്ങൾ സ്വീകരിച്ചു, ഞാൻ കാരാഗൃഹം നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ നഗ്നനായിരുന്നു ഉടുപ്പിച്ചു. കണ്ടോ, ഈ എളിയവിൽ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ചാരിറ്റി ബേസ്ഡ് ആണ് നമുക്ക് ദൈവത്തിന് സമ്മാനം ലഭ്യമാക്കുന്നത് എന്നുള്ള കാര്യവും മറക്കരുത്. അങ്ങനെ ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റിയിൽ അനുദിനം വളർന്നുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൽ ഉടമകളായി മാറാനായിട്ട് ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.